നമുക്കേ കാനഡയിലെ വേനൽക്കാലം ഒന്ന് കണ്ടാലോ? ഇതവിടെ മേള നടക്കുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ അവർ വളരെ തണുപ്പിൽ നിന്നും അവരിപ്പം നല്ലൊരു കാലാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. സമ്മർ സീസണിലാണ് അവരൊക്കെ എപ്പോഴും ഒരു മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ നല്ല കാലാവസ്ഥയാണ്. അവിടുത്തെ മരങ്ങളൊക്കെ പൂവണിഞ്ഞ് നിൽക്കുന്ന ഒരു കാലാവസ്ഥ. അവിടുത്തെ ജനങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പിട്ടിരിക്കുന്ന വീഡിയോയിൽ വിൻ്റർ സീസൺ തണുപ്പ് കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എന്തോ ഒരു മഞ്ഞാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവരിപ്പോൾ വളരെ സന്തോഷമായിട്ട് പുറത്തിറങ്ങി നടക്കുന്ന ഒരു സമയം കണ്ടോ. അവിടുത്തെ ഇപ്പം രാത്രിയിൽ ഇപ്പോൾ 8:30 മണി 9 മണിയായാലും അവിടുത്തെ സൂര്യൻ ഇപ്പോൾ പോകുന്നില്ല. അവിടെ പകലിപ്പോൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ വളരെ എൻജോയ് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. കണ്ടോ കാനഡ കണ്ടോ, ഒരു ഐസിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കാനഡ കണ്ടിട്ടുള്ളത് അല്ലേ. ഇപ്പോഴത്തെ അവിടെ പൂക്കളൊക്കെ കണ്ടോ, എന്ത് രസമായിട്ട് ഇലകളും പൂക്കളും ഒക്കെ ആർത്തട്ടഹസിച്ച് നിൽക്കുന്ന നല്ലൊരു കാണാൻ തന്നെ എന്തൊരു കൗതുകമാണല്ലേ. ഇതൊക്കെ മഞ്ഞ് വരുമ്പോൾ തണുപ്പ് വരുമ്പോൾ ഇതെല്ലാം എല്ലാം ഇലകളൊക്കെ കൊഴിഞ്ഞ് പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഐസിൻ്റെ അടിയിലായിരിക്കും അല്ലേ. ഐസ് കട്ടകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കാനഡ എത്ര സന്തോഷമായിട്ട് നിൽക്കുന്നു അല്ലേ. അത് നമ്മൾക്ക് വിൻ്റർ സീസണും സമ്മർ സീസണും ഒക്കെ കാണേണ്ടതാണ് കാനഡയിൽ. വിൻ്റർ സീസണിലാകുമ്പോൾ ഒന്നും നമുക്ക് ഐസ് കട്ട മാത്രമേ കാണാൻ പറ്റൂ. അതേസമയം സമ്മർ സീസൺ ആകുമ്പോൾ ആകെപ്പാടെ എല്ലായിടത്തും പൂക്കളും ചെടികളും പഴങ്ങളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷിച്ച് ആർത്തട്ടഹസിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾക്കിപ്പോൾ കാനഡയിൽ കാണാവുന്നത്. ഇനി ഒരു നവംബർ ഒക്ടോബറോട് കൂടിയൊക്കെ സർവ്വതും പോകും, തണുപ്പാകും, ഐസ് കട്ടയാകും. അപ്പം ഈ സമ്മർ സീസണ് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മക്കൾ അവിടെ എടുത്ത വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു തന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുകയാണ്. കണ്ടോ എത്ര രസമാണ് കാണുവാനായിട്ട് കാനഡ. ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ രാത്രി 10 മണിയായാലും വെളിച്ചമാണ്, വെട്ടമാണ്, സൂര്യൻ പോകാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് പകൽ സമയം കൂടുതൽ കൊടുത്തിട്ട് എൻജോയ് ചെയ്യുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ സമ്മർ സീസൺ അവർ കാണുന്നത്. കുട്ടികളും മുതിർന്നവരും ഒക്കെ പുറത്തിറങ്ങി സന്തോഷിക്കുന്ന സമയമാണ്. ഇപ്പം നല്ല ചൂടുമുണ്ട്. ഇപ്പം ചൂട് കൂടി തുടങ്ങുന്നെന്നാണ് പറയുന്നത്. എന്നാലും അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പുറം രാജ്യങ്ങളും പുറം സ്ഥലങ്ങളും അതുപോലെ എല്ലാം കാണുന്ന ഒരു അവസരമാണ് ഈ സമ്മർ സീസണ്. നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടോ, നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ എല്ലായിടത്തും കൃഷിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. കണ്ടോ അവിടുത്തെ പാടങ്ങളാണ് ഈ കാണുന്നത്. അവർ വാഹനത്തിൽ പോകുമ്പോൾ അതിൻ്റെ സൈഡ് വ്യൂ ഒക്കെ എടുത്തതാണിത്. കണ്ടോ എത്ര മനോഹരമായിരിക്കുന്നു. അവിടെ ഒത്തിരി കൃഷിയും ഒക്കെ ഉണ്ട്. ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒത്തിരി കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. തോടുകളും അതുപോലെ എല്ലാം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ സമയങ്ങളിൽ പുറത്തിറങ്ങി എൻജോയ് ചെയ്യും. കണ്ടോ അവിടുത്തെ വീടുകളൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നത്. അതുപോലെ കാടും മലയും അതുപോലെ തന്നെ ചെടികളും പുഷ്പങ്ങളും മരങ്ങളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാനഡയൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നത് തണുപ്പില്ലാത്ത സമയത്ത് മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ അല്ലേ. കണ്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചത്. കാനഡയിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും അവിടെ എപ്പോഴും തണുപ്പാണ്. എപ്പോഴും തണുപ്പല്ല, ഒരു 5-6 മാസം നല്ല ഇതുപോലെയുള്ള സീനാണ് അവിടെ ഉള്ളത്. കണ്ടോ അങ്ങനെ അവർ എൻജോയ് ചെയ്യുന്ന ഒരു സീസണാണ് സമ്മർ സീസൺ. വിൻ്റർ സീസണിൽ അവർ പുറത്തിറങ്ങത്തില്ല. പുറത്തിറങ്ങും ജാക്കറ്റൊക്കെ ഇട്ട് തണുപ്പിനെ അതിജീവിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടല്ലേ അവർക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അവർക്ക് നമ്മളുടെ നാട്ടിലെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് അവർ പറയുന്ന നമ്മൾ ഡിസംബറിൽ നമ്മൾ അനുഭവിക്കുന്ന തണുപ്പ് അവർക്ക് സമ്മർ തുടങ്ങുന്ന ആ ഒരു സമയത്തുള്ളതാണെന്ന്. അപ്പോൾ നമ്മളുടെ തണുപ്പ് അവർക്ക് ഒരു തണുപ്പല്ല.
അത് അവർ വിൻ്റർ സീസണിൽ കാണുന്ന തുടക്കമാണ് നമ്മളുടെ തണുപ്പ് എന്നാണ് അവർ പറയുന്നത്. അപ്പം വിൻ്ററും സമ്മറും ഒക്കെ കൂടിക്കലർന്ന ഒരു കാലാവസ്ഥയാണ് കാനഡയിലിത്. ഇത് അവർ പുറത്ത് പോകുമ്പോൾ അവർ കാറിൽ നിന്നെടുത്ത വ്യൂസൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കാനഡ കണ്ടില്ലേ നിങ്ങൾ? ഓക്കേ.